ഇത് കണ്ടോ, സാധാരണ വട്ടയപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റായ വട്ടയപ്പമാണ്. ഇപ്പം ഇത് മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. ഇഷ്ടംപോലെ മാമ്പഴം എല്ലാ വീടുകളിലും തന്നെ കാണും. കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഹെൽത്തിയായ ആവിയിൽ വേവിച്ച് ഇതുപോലെയുള്ള സ്പെഷ്യൽ വട്ടയപ്പങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. ഈ രുചിയും കുട്ടികളൊക്കെ ഒന്ന് അറിയട്ടെ. ഇത് 1 കപ്പ് മാമ്പഴ പൾപ്പ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഇത് ഞാനിപ്പോൾ 5 മാങ്ങായോളം എടുത്തിട്ടുണ്ട്. അത് മാങ്ങയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത മാങ്ങ പൾപ്പാക്കി വെച്ചിരിക്കുന്നത്. ആ കപ്പിന് തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടി. ഇത് പാലപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന നൈസായ അരിപ്പൊടി. ഇത് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. പഞ്ചസാര 1/2 കപ്പാണ്. മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരല്പം 1-2 എന്നുള്ള ഉപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും ചെറുതാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇതിൻ്റെ അകത്ത് ചേർക്കാനും മേളിൽ ഡെക്കറേഷൻ ഉള്ളതും കൂടെയാണ്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു വലിയ ബൗളിലേക്ക് ആദ്യം അരിപ്പൊടി ചേർക്കാം. ഒരു 2 നുള്ള ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് മാമ്പഴത്തിൻ്റെ പൾപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടി ചേർക്കാം. ഇതിലേക്ക് അലിഞ്ഞു ചേരാനുള്ള എളുപ്പത്തിനാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വലിയ തരിയായിരുന്നു. ചെറിയ തരിയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ വെക്കുമ്പോഴത്തേക്കും അലുത്ത് വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കുറച്ച് പഞ്ചസാരപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മധുരം ഒന്ന് നോക്കിയിട്ട് ഇനി ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇതൊരു വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. മാമ്പഴം ഒട്ടും വെള്ളം ഇല്ലാതെ ഞാൻ അരച്ചെടുത്തതായിരുന്നു. ഈ മാമ്പഴം പൾപ്പാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ അതൊന്ന് കാണണം. ഇതിലേക്ക് കാഷ്യൂനട്ടും ബദാമും കുറേശ്ശെ ചേർക്കാം. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. കുറച്ച് മധുരം കൂടെ വേണം. ഇതിന് മധുരത്തിൻ്റെ കണക്കൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊള്ളണം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇത് നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് ആവിയിലാണ് വേവിക്കുന്നത്. ഞാനിതൊരു കേക്ക് ടിന്നിലാണ് എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കുന്നതാണ്.
അതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റീമറിൽ വെള്ളം തിളച്ച് കിടക്കുവാണ്. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മൂടി വെച്ച് 20 മിനിറ്റ് നന്നായിട്ട് ആവി കയറി കഴിഞ്ഞ് കുറച്ച് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വെന്തോന്ന് നോക്കാം. ഒന്ന് കുത്തി നോക്കാം. ഒന്നും പിടിച്ചിട്ടില്ല, വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം പലഹാരം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. സൈഡെല്ലാം വിട്ടിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് വിട്ടു പോരും. കണ്ടോ? മാമ്പഴം പൾപ്പ് ചേർത്ത സ്പെഷ്യൽ വട്ടയപ്പം റെഡിയായി. ഈ മാമ്പഴത്തിൻ്റെ സീസണിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഇത് ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ടോ? സാധാരണ വട്ടയപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റായ വട്ടയപ്പമാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഇത് മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. ഇഷ്ടംപോലെ മാമ്പഴം എല്ലാ വീടുകളിലും തന്നെ കാണും. കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഹെൽത്തിയായ ആവിയിൽ വേവിച്ച് ഇതുപോലെയുള്ള സ്പെഷ്യൽ വട്ടയപ്പങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. ഈ രുചിയും കുട്ടികളൊക്കെ ഒന്ന് അറിയട്ടെ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.